വണ രചന സംഭാഷണം രുദ്രപ്രിയ. എന്നാലും സേതു, ഇതിപ്പോൾ കുറേ ദിവസമായല്ലോ ശിവയും ആ പെണ്ണും കൂടി പോയിട്ട്. ഇതുവരെ ഒരു വിവരവും ഇല്ല. കണ്ട നാടാണ്. ആ പെങ്കൊച്ചിനാണെങ്കിൽ എന്തൊക്കെയോ ദോഷമുണ്ട്. എൻ്റെ സുഭദ്രയെ, നീ ഇത്ര കൊണ്ടാലും പഠിക്കില്ലേ? നിന്റെ നാവ് വളച്ച് നല്ലതൊന്നും നിനക്ക് പറയാനില്ലേ? എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളും. നീ നിന്റെ കരുനാക്ക് വിളച്ച് ഒന്നും പറയാതിരിക്കുമോ? രാജേട്ടാ, നിങ്ങളുടെ പെങ്ങൾ എത്ര കൊണ്ടാലും പഠിക്കില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞ വർത്തമാനം കേട്ടാൽ കൈയില്ലാത്തവർ വച്ച് കെട്ടി അടിക്കും. ഞാൻ പറഞ്ഞതിനാണോ കുഴപ്പം രാജാ? അവർ പോയിട്ട് ഇത്രയും നാളായിട്ട് ഇവിടേക്കൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്തോ? അമ്മായിയോട് ആരാ പറഞ്ഞത് അവർ വിളിച്ചില്ലെന്ന്? പ്രിയപ്പെട്ടെന്ന് അവിടേക്ക് വന്നു. എന്നെ ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ ഏട്ടനും പറഞ്ഞേ. 1-2 ദിവസമായിട്ട് അവരിതിരി കറക്കത്തിലായിരുന്നു. ഇന്നു മുതൽ ഏട്ടന് മീറ്റിങ്ങും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ വിളിച്ചേ ഉള്ളൂ. അമ്മയെയും അച്ഛനെയും രാത്രി വിളിക്കാമെന്ന് പറഞ്ഞു. അമ്മായി, ഇനി ആ നാവ് വളച്ച് ഒന്നും പറയരുത്. അതുങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. പ്രിയ അകത്തേക്ക് പോയി. അപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടേക്ക് വന്നു. നീ എന്താടി ഇങ്ങനെ? എത്ര കിട്ടിയാലും നിൻ്റെ ഈ സ്വഭാവം മാറില്ലല്ലോ. അമ്മയ്ക്ക് ആരെങ്കിലും എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ അച്ഛാ? സൂര്യഗായത്രി അതും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അല്ലെങ്കിലും കുറ്റമാണ്. മാഡം, ഇത് ശ്രീ ശിവസാറിൻ്റെ വൈഫാണ് പാർവണ. ആരുടെ? ശിവയുടെയോ? ആൾ മാരീഡായിരുന്നോ? സാന്ദ്ര നിന്നു വെക്കി. സാർ നാട്ടിൽ പോയത് തന്നെ വിവാഹമായതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസമാണ് വന്നത്. സാന്ദ്ര നിന്നു വിയർത്തു. ശ്രീശിവയുടെ കമ്പനിയുമായി ടൈപ്പ് ആയത് തന്നെ യങ് ബിസിനസ് ഐക്കൺ ശ്രീശിവയിൽ നിന്നും തനിക്കുണ്ടായ താല്പര്യം തന്നെയാണ്. പലതവണ ബിസിനസ് മീറ്റുമായി ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിലും ശിവയോട് ഒരിക്കൽ പോലും ഫ്രീ ആയിട്ട് ഇടപഴകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ ഒന്നടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടിയതാണ്. അപ്പോഴേക്കും സാന്ദ്രയുടെ ഓർമ്മകൾ ആ ദിവസങ്ങളിലേക്ക് നീണ്ടു. മീറ്റിംഗ് കഴിഞ്ഞ് ശിവയ്ക്കൊപ്പം ആയിരുന്നു യാത്ര. യാത്രയിൽ സാന്ദ്ര അവളുടെ കരിയർ ഗ്രാഫ് ശിവയുടെ മുന്നിൽ തുറന്നു കാട്ടി. ശിവ അവളെ കേൾക്കാൻ സന്മനസ് കാട്ടി. അവളിലെ ബിസിനസ് മൈൻഡ് അവനും വല്ലാതെ ഇഷ്ടമായി. ശിവയും അവൻ്റേതായ അഭിപ്രായം പങ്കുവച്ചു. സംസാരിച്ച് ഹോട്ടലെത്തിയത് അറിഞ്ഞില്ല. ശിവ യാത്ര പറഞ്ഞു പോകുമ്പോൾ സാന്ദ്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും ശിവയോടൊപ്പം ചിലവഴിച്ച സമയം അവൾക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. അടുത്ത ദിവസം ശിവയുമായി കൂടുതൽ സമയം ചിലവിടണമെന്ന് കണക്കുകൂട്ടിയാണ് സാന്ദ്ര റൂമിലേക്ക് പോയത്. സാന്ദ്രയ്ക്ക് ശിവ തൻ്റെ ജീവിത പങ്കാളിയായി വന്നാലുള്ള കാര്യങ്ങൾ അവളുടെ ഉള്ളിലൂടെ ഒരു സിനിമയിൽ എന്നവണ്ണം കടന്നുപോയി. ബിസിനസ് കാര്യങ്ങളിൽ ശിവയ്ക്കുള്ള കഴിവും പ്രാഗൽഭ്യവും അവളുടെ പങ്കാളിത്തവും കൂടി ചേർന്നാൽ അവർക്ക് തമ്മിൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാമെന്ന് സാന്ദ്ര സ്വപ്നം കണ്ടു. അവൻ്റെ കഴിവും സൗന്ദര്യവും തനിക്ക് മാത്രം സ്വന്തമാകണമെന്ന് സാന്ദ്ര ഒരുപാട് ആഗ്രഹിച്ചു. അതിൻ്റെ ആദ്യ പടിയാണ് ശ്രീശിവയ്ക്കൊപ്പമുള്ള യാത്രയും അവനുമായി കുറേയേറെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചതും. സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് സാന്ദ്ര കിടന്നുറങ്ങി. രാവിലെ ഏറെ നേരം ശിവയ്ക്കായി ഓഫീസിൽ സാന്ദ്ര കാത്തിരുന്നു. എന്നാൽ സമയം കഴിഞ്ഞിട്ടും ശിവ എത്തിയില്ല. ക്ഷമ നശിച്ച സാന്ദ്ര ഓഫീസിൽ നടത്തിയ അന്വേഷണത്തിലാണ് ശിവരാത്രിയിൽ തന്നെ നാട്ടിലേക്ക് പോയെന്നറിയാൻ കഴിഞ്ഞത്. തൻ്റെ പ്രണയം അവനോട് പറയാതെ സാന്ദ്ര വീർപ്പ് മുട്ടി. ശിവയുടെ തിരിച്ചുവരവിനായി അവൾ കാത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശിവ തിരിച്ചെത്തിയ വിവരം സാന്ദ്ര അറിഞ്ഞത്. അവനെ കാണാൻ തിരക്കിട്ട് വന്നതാണ്. മാഡം, കുടിക്കാൻ ജ്യൂസ്. സാന്ദ്ര പിയൂണിനെ ഒന്ന് നോക്കി. ഇറങ്ങിപ്പോടോ. വർണ്ണ സാന്ദ്രയെ നോക്കി. അവൾ മറ്റെവിടെയോ നോക്കിയിരിക്കുകയായിരുന്നു. സാന്ദ്ര വർണ്ണയെ കണ്ട ഭാവം കാണിക്കുന്നില്ല. വർണ്ണ മൊബൈലെടുത്ത് അതിൽ കുത്തിയിരുന്നു. ശിവയുടെ വാട്സാപ്പിലേക്ക് ഒരു ലവ് സിമ്പിൾ അയച്ചു. മീറ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലാണ് എല്ലാ പേരും. ഓക്കെ ജെന്റിൽമാൻ, 2 days മീറ്റിംഗ് ഓവർ. ശിവ മൊബൈൽ നോക്കുമ്പോൾ വർണ്ണയുടെ മെസ്സേജ്. അവന് ചിരി പൊട്ടി. റിപ്ലൈ ആയി കുറച്ച് ലവ് ഇമോജി അയച്ചു. വർണ്ണ മെസ്സേജ് സീൻ ചെയ്ത് ശിവ ക്യാബിനിൽ നിന്നും വേഗം വർണ്ണയുടെ അടുത്തേക്ക് പാഞ്ഞു. ഗസ്റ്റ് റൂമിലെത്തിയതും ശിവ വർണ്ണയുടെ അടുത്തെത്തി അവളെ വലിച്ചു മാറിലേക്ക് ചേർത്തു. അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. വർണ്ണ ശിവയെ തള്ളി മാറ്റി. ശിവ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. കാണാതിരിക്കുമ്പോൾ മെസ്സേജ് അയക്കുന്നു. കാണുമ്പോൾ എന്താ പെണ്ണെ എന്നെ തള്ളി മാറ്റുന്നേ? വാഷിംഗ് ഏരിയയിൽ നിന്നും ഇറങ്ങി വന്ന സാന്ദ്ര കാണുന്നത് വർണ്ണയെ കൈക്കുള്ളിലാക്കിയിരിക്കുന്ന ശിവയെയാണ്. വർണ്ണ കണ്ണുകൊണ്ട് ശിവയെ ആംഗ്യം കാണിച്ചു. ശിവ നോക്കുമ്പോൾ തങ്ങളെ നോക്കി നിൽക്കുന്നു സാന്ദ്ര.
ശിവ വർണ്ണയിൽ നിന്നും നീങ്ങി അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഹായ് സാന്ദ്ര. ഹായ് ശിവ. സാന്ദ്ര അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. ഇതാണ് എൻ്റെ വൈഫ് പാർവണ. സാന്ദ്ര വർണ്ണയെ നോക്കി. ഞങ്ങൾ പരിചയപ്പെട്ടു. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശിവ വർണ്ണയെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. കാറിലിരിക്കുമ്പോൾ വർണ്ണ ശിവയെ നോക്കി. ആ സാന്ദ്രയ്ക്ക് ശിവേട്ടനോട് എന്താ ഒരു... ശിവ വർണ്ണയെ നോക്കി. സാന്ദ്രയെ കണ്ടപ്പോൾ മുതൽ അവളുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ ശിവ ശ്രദ്ധിച്ചിരുന്നു. സാന്ദ്രയ്ക്ക് ശിവയെ ഒരു നോട്ടമുണ്ടായിരുന്നത് ഓഫീസിൽ എല്ലാ പേർക്കും അറിയാം. അങ്ങനെ അവരിൽ നിന്നും ചില കാര്യങ്ങൾ ശിവയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അവളുടെ മുന്നിൽ ഒരുപാട് നേരം നിൽക്കാതെ ശിവ വർണ്ണയെയും കൂട്ടി വന്നത്. ശിവ നോക്കുമ്പോൾ വർണ്ണ മുഖം വീർപ്പിച്ചിരിക്കുന്നു. അവനത് കണ്ട് ചിരി പൊട്ടി. ശിവ വണ്ടി ഒരു ഹോട്ടലിൻ്റെ മുന്നിലേക്ക് ഒതുക്കി നിർത്തി. ഇതെന്താ ഇവിടെ എന്ന ഭാവത്തിൽ ശിവ വർണ്ണയെ നോക്കി. നേരെ ഇത്രയായില്ലേ, നമുക്ക് കഴിച്ചിട്ട് പോകാം. ഇനി താൻ ചെന്ന് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടടോ. വർണ്ണ വീർപ്പിച്ച മുഖവുമായി തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശിവ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഇരുത്തി. എന്തിനാ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചേക്കുന്നേ? എൻ്റെ മനസ്സിൽ എൻ്റെ പെണ്ണിന് മാത്രമേ സ്ഥാനമുള്ളൂ. അതെന്നേക്കാൾ നന്നായി നിനക്കറിയില്ലേ മോളെ. പിന്നെ എന്തിനാ ഈ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നേ? ശിവയുടെ ചുണ്ടുകൾ വർണ്ണയുടെ ചുണ്ടിൽ ചുംബിച്ചു. ശിവ വേഗം കാറിൽ നിന്നിറങ്ങി. ശിവ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടും വർണ്ണ കാറിൽ ഉള്ളിൽ തന്നെ ഇരുന്നു. ശിവ നൽകിയ ചുംബനത്തിൻ്റെ ചൂടിലായിരുന്നു അപ്പോഴും വർണ്ണ. ശിവ ഹോട്ടലിലേക്ക് കയറിയിട്ടും വർണ്ണയെ കാണാതെ തിരികെ കാറിനടുത്തേക്ക് വരുമ്പോൾ ഡോർ തുറന്ന് വർണ്ണയുടെ കൈ പിടിച്ചു പുറത്തിറങ്ങി ഹോട്ടലിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വർണ്ണയുടെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഇനി ഈ മുഖം തെളിയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാന്ദ്ര എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്? അതെന്താ നീ മനസ്സിലാക്കാത്തത്? വർണ്ണ മുഖമുയർത്തി ശിവയെ നോക്കി. പരിഭവത്തിൻ്റെ കാർമേഘം അകന്നു മാറുന്നത് ശിവ കണ്ടു. അവന് ചിരി വന്നു. രണ്ടുപേരും ആഹാരം കഴിച്ച് തിരികെ റൂമിലെത്തി. വന്ന ഉടനെ വർണ്ണ ഫ്രഷായി ഗാർഡനിലേക്ക് പോയി. ശിവ പുറത്തേക്ക് വരുമ്പോൾ വർണ്ണയെ കണ്ടു. അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്ന് തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. വർണ്ണ ശിവയെ നോക്കി. ശിവ അത് ശ്രദ്ധിക്കാതെ ഫോണെടുത്ത് അവളെയും ചേർത്ത് പിടിച്ച് പല പോസിലുള്ള ഫോട്ടോസ് എടുത്ത് അവൾക്കതിഷ്ടപ്പെട്ടു. രാജനും സേതു ഉമ്മറത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് ശിവയുടെ കോൾ വരുന്നത്. ഹലോ അച്ഛാ, അച്ഛൻ വീട്ടിലാണോ? അതേടാ. എത്ര ദിവസമായി നീ ഒന്ന് വിളിച്ചിട്ട്? ഇവിടെ കുറച്ച് തിരക്കായിപ്പോയി അച്ഛാ. ഇന്ന് ഞാൻ ഫ്രീ ആണ്. എവിടെ വർണ്ണമോൾ? അവളെങ്ങനെ ഓക്കെ ആണോ? പെട്ടെന്ന് ഫോൺ കട്ടായി. രാജൻ വല്ലായ്മയോടെ സേതുവിനെ നോക്കി. എന്താ രാജേട്ടാ, അവൻ എന്തു പറഞ്ഞു? മോളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫോൺ കട്ടാക്കി. എന്താ സേതു, അവർ തമ്മിൽ ഇപ്പോഴും അകൽച്ച തന്നെയാണോ? ഇല്ല രാജേട്ടാ, ഇവിടെ നിന്ന് പോകുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആ അകൽച്ചയൊക്കെ ഒന്ന് മാറിയതാണ്. പ്രിയയും അത് പറഞ്ഞു. പിന്നെ ഇപ്പോഴെന്താ പെട്ടെന്ന്? എനിക്കറിയില്ല. രാജന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പെട്ടെന്നാണ് വീഡിയോ കോൾ വന്നത് ശിവയുടെ നമ്പറിൽ നിന്നും. സേതു അവനാണ്. പെട്ടെന്ന് എടുക്ക് രാജേട്ടാ, ഫോൺ കട്ടാകും മുന്നേ. രാജൻ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് കണ്ട കാഴ്ചയിൽ സേതുവിൻ്റെയും രാജൻ്റെയും മനസ്സ് നിറഞ്ഞു. ശിവയോട് ചേർന്ന് അവൻ്റെ അടുത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായിരിക്കുന്നു വർണ്ണ. ഞാൻ ഇയാളെ വിളിക്കാൻ പോയതാച്ചാ, അതാ ഫോൺ കട്ടാക്കിയത്. ശിവ വർണ്ണയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ അവളുടെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവം അത് മാത്രം മതിയായിരുന്നു അവരുടെ മനസ്സ് നിറയാൻ. വർണ്ണയുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു. എൻ്റെ മോനിങ്ങനെ എന്നാ മോനെ നിങ്ങൾ ഇങ്ങോട്ട് തിരിക്കുന്നത്? കാണാൻ എന്തോ വല്ലാത്ത കൊതിയായിപ്പോയി. സേതു പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് തിരിക്കൂ അമ്മ. കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. ഓക്കെ മോനെ, ശരി. ഫോൺ വെച്ച് കഴിഞ്ഞ് സേതു രാജൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴാണ് രാജേട്ടാ എനിക്ക് സമാധാനമായത്. നമ്മുടെ മക്കൾ സ്നേഹിക്കാൻ തുടങ്ങി. അതിങ്ങനെ കരയുവാണോ സേതു വേണ്ടത്? സന്തോഷിക്കുകയല്ലേ? സന്തോഷം കൊണ്ട് തന്നെയായി കണ്ണുനീര്. അത്രയും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ വർണ്ണമോൾ. ഇതെന്താ നാത്തൂനെ കരയുന്നേ? ആർക്കെങ്കിലും വല്ലതും പറ്റിയോ? എൻ്റെ ശിവമോന്. ഒന്നും മിണ്ടാതിരിക്കുമോ സുഭദ്രേ? ആർക്കും ഒരു അപകടവും പറ്റിയില്ല. ഞങ്ങളുടെ മക്കളെ കണ്ട സന്തോഷത്തിലാണ്. നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? അപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടേക്ക് ധൃതിയിൽ വന്നു. അയാൾ ആകെ പരിഭ്രമിച്ച മട്ടാണ്. എന്താ ബാല? ആകെ ഒരു വല്ലായ്മ. എന്താ കാര്യം? രാജ, നമുക്കൊന്ന് പുറത്തു പോകണം. നീ വേഗം വണ്ടി ഇറക്ക്. നീ കാര്യം എന്താണെന്ന് പറയൂ ബാല. സൂര്യമോൾക്കൊരു ആക്സിഡൻറ്റ്. അവളും ഫ്രണ്ട് ഓടിച്ചിരുന്ന വണ്ടി ഇത്തിരി ഇടിച്ചു. ഇത്തിരി ക്രിട്ടിക്കലാണ്. നീ വേഗം. അയ്യോ ദേവി, എൻ്റെ കുഞ്ഞ്, അവൾക്ക് എന്ത് പറ്റി? സുഭദ്ര വാവിട്ട് നിലവിളിച്ചു. സുഹേദ് വേഗം സുഭദ്രയുടെ അടുത്തേക്ക് വന്നു. സുഭദ്ര ഇങ്ങനെ ബഹളം വയ്ക്കാതെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. എല്ലാ പേരും കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു.
ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവിടെ ICUവിൽ സൂര്യയുടെ ഒരുപാട് ഫ്രണ്ട്സ് നിൽപ്പുണ്ടായിരുന്നു. അതിൽ ഒരാൾ മുന്നോട്ട് വന്നു. സൂര്യയും അവളുടെ സുഹൃത്ത് ഭരണും കൂടി പോയ ബൈക്കിൽ ഒരു ലോറി ഇടിച്ചതാണ് അപകടം പറ്റിയത്. 2 പേർക്കും സീരിയസ് ആണ്. ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. സുഭദ്ര ഒന്നും മിണ്ടാതാവാതെ അവിടെ തറഞ്ഞു നിന്നു. സേതു അവരുടെ അടുത്തേക്ക് വന്നു. വിഷമിക്കാത്ത സുഭദ്രയെ, 2 പേർക്കും ഒന്നും സംഭവിക്കില്ല, പ്രാർത്ഥിക്ക്. എന്നാലും സേതു, എൻ്റെ മോള്, ഒന്നും പറയണ്ട, പ്രാർത്ഥിക്ക്, നല്ലത് സംഭവിക്കും. ബാലനും രാജനും ഓരോരോ ആവശ്യങ്ങൾക്കായി ഓടി നടന്നു. ഇതിനിടയിൽ പലതവണ വിവരമറിഞ്ഞ് ശിവ വിളിച്ചു അമ്മയെയും അമ്മായിയെയും സമാധാനപ്പെടുത്തി. സാന്ദ്രയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വരെ താൻ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ ഇന്ന് ശ്രീശിവ, എനിക്കിങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല. ഇപ്പോഴും അകൽച്ച തന്നെയാണോ? സാന്ദ്രയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് വരെ താൻ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ ശിവയെ എനിക്കങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല. സാന്ദ്രയ്ക്ക് ദേഷ്യം തോന്നി. ഇന്ന് വരെ താൻ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാതിരുന്നില്ല. പക്ഷേ ശിവയെ എനിക്ക് വിട്ടുകളയാനും കഴിയില്ല. സാന്ദ്ര എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്തു. അവൾക്കാകെ ഭ്രാന്ത് പിടിച്ചു. രാവിലെ അർജൻറ്റ് മീറ്റിംഗ് ആയിരുന്നതുകൊണ്ട് ശിവ നേരത്തെ ഓഫീസിലേക്ക് പോയി. പാർവണ എഴുന്നേൽക്കുമ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു. അവൾ നോക്കുമ്പോൾ ഒരു ലെറ്റർ അവളുടെ അടുത്തായിരിക്കുന്നു. വർണ്ണ, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. താൻ ഉറക്കമായിരുന്നു, അതാണ് ഞാൻ വിളിക്കാതെ പോയത്. കുറച്ച് കഴിഞ്ഞ് ഡ്രൈവർ വരും. തനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി. അത് കഴിച്ച് അവിടെ ഇരിക്കണം. ഞാൻ എത്രയും നേരത്തെ വരാം. വർണ്ണ അത് വായിച്ചു, മടക്കി വെച്ചു. അവൾക്ക് ചിരി വന്നു. ഒന്ന് ഫ്രഷായി താഴേക്ക് വരുമ്പോൾ ഡ്രൈവർ എത്തിയിരുന്നു. അയാൾ അവളെ കണ്ട് ഹൃദ്യമായി ചിരിച്ചു. കുഞ്ഞു കഴിക്ക്, ഞാൻ പുറത്ത് കാണും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ചേട്ടൻ നിൽക്ക്, ഞാൻ വേഗം റെഡിയായിട്ട് വരാം. വർണ്ണ മുകളിലേക്ക് പോയി പെട്ടെന്ന് റെഡിയായി താഴേക്ക് വന്നു. ചേട്ടാ, നമുക്കൊന്ന് പുറത്തു പോകാം. വർണ്ണ വാലറ്റ് കയ്യിലെടുത്തു. നാളെയാണ് നാട്ടിലേക്ക് തിരിക്കുന്നത്. ശിവയ്ക്ക് തിരക്കായത് കാരണം ഷോപ്പിംഗ് ഒന്നും ആയില്ല. അതുകൊണ്ട് വർണ്ണ ഡ്രൈവറെയും കൂട്ടി ഷോപ്പിംഗ് നടത്താമെന്ന് തീരുമാനിച്ചു. 1-2 കടകളിലായി കയറി ഇറങ്ങി. രാജനും സേതുവിനും പ്രിയയ്ക്കും വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പവിക്കും സൂര്യയ്ക്കും അമ്മായിക്കും ബാലനും എല്ലാം ഡ്രസ്സും മറ്റ് സാധനങ്ങളും വാങ്ങി. ഏകദേശം ഉച്ച സമയം കഴിഞ്ഞു. ഭക്ഷണം ഒന്നും കഴിക്കാതെ വർണ്ണ ആകെ ക്ഷീണിച്ചു. കുഞ്ഞെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ? രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. അത് സാരമില്ല ചേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയില്ലേ. 2 ദിവസമായി സാന്ദ്ര ശിവയുടെയും വർണ്ണയുടെയും പിന്നാലെ തന്നെയുണ്ട്. രാവിലെ ശിവ പോകുന്നതും അതിന് പിന്നാലെ അധികം വൈകും മുന്നേ വർണ്ണ പോകുന്നതും സാന്ദ്ര ഏൽപ്പിച്ച ആൾക്കാർ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കൃത്യമായി സാന്ദ്രയെ വിവരമറിയിച്ചു. സാന്ദ്രയുടെ പ്ലാൻ അനുസരിച്ച് വർണ്ണയ്ക്ക് പിന്നാലെ അവരെ പിന്തുടരാൻ മറ്റൊരു കാറും ഉണ്ടായി. തിരക്ക് കുറഞ്ഞ ഇടറോഡിൽ വെച്ച് വർണ്ണയുടെ കാറിനെ ഇടിച്ച് തെറിപ്പിച്ച് ആ കാർ കടന്നുപോയി. ഇടിയിൽ വർണ്ണ കാറിൽ നിന്ന് തെറിച്ചു പുറത്തേക്ക് വീണു. ഡ്രൈവർക്ക് കാര്യമായി പരിക്ക് പറ്റി. ഓടിക്കൂടിയവർ വേഗത്തിൽ 2 പേരെയും ഹോസ്പിറ്റലിലെത്തിച്ചു. തുടർച്ചയായി ഫോൺ ബെൽ കേട്ട് ശിവ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തു നിന്നും കേട്ട വാർത്തയിൽ ശിവ ഞെട്ടിപ്പോയി. വേഗത്തിൽ കാറുമെടുത്ത് പുറത്തേക്ക് പോയി. അവൻ്റെ ഈ വിപ്രാളവും പോക്കും കണ്ട് സാന്ദ്ര ഊറി ചിരിച്ചു. ശിവ കാറ് പറപ്പിക്കുക തന്നെയായിരുന്നു. അവൻ്റെ മനസ്സിലെ ചിന്തകൾ മാറി മറിഞ്ഞു. ഒരിക്കൽ കൂടി വർണ്ണയ്ക്ക് ആക്സിഡൻറ്റ്. ഒരു തകർച്ചയിൽ നിന്നും കരകയറി വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഓരോന്നോർത്ത് അവൻ ഹോസ്പിറ്റലിലെത്തിയത് അറിഞ്ഞില്ല. ICUവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവൾക്ക് ഒന്നും സംഭവിക്കല്ലേ എന്ന് മാത്രമാണ് അവൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചത്. ഡോക്ടർമാർ പുറത്തു വരും വരെ ക്ഷമയില്ലാതെ ശിവ അവിടെ നിന്നു. അവർ നൽകിയ വിവരം അറിഞ്ഞപ്പോൾ ശിവയ്ക്ക് ആശ്വാസം തോന്നി. ശിവ ICUവിൽ കയറി വർണ്ണയെ കാണുമ്പോൾ അവൾ മയക്കത്തിലാണ്. തലയിൽ വട്ടത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇടത് കൈയിൽ ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. മുഖത്ത് അവിടെ മുറിഞ്ഞ പാടുകൾ. ശിവയ്ക്ക് വല്ലാത്ത വേദന തോന്നി, അതേസമയം ആശ്വാസവും. കൂടുതൽ അപകടം ഒന്നും പറ്റിയില്ലല്ലോ എന്ന്. ശിവ നേരെ ഡ്രൈവറുടെ അടുത്തേക്കാണ് പോയത്. അയാളുടെ മുറിവുകൾ കൂടുതലായിരുന്നു. പക്ഷെ പോലീസുകാർ അയാളുടെ മൊഴി എടുക്കുവാണ്. പോലീസുകാർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ശിവ അകത്തേക്ക് കയറി. ശിവയെ കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല സാർ. മോൾക്ക് സാറിൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിച്ചതാണ്. എതിരെ വന്ന ലോറി മനഃപൂർവ്വമാണ് ഇടിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാറേ. ഞാൻ പുറത്ത് കാണും, നിങ്ങൾ വിശ്രമിക്ക്. അതും പറഞ്ഞ് ശിവ പുറത്തേക്കിറങ്ങി. മനഃപൂർവ്വം ഒരു അപകടം ഉണ്ടാക്കാനും വേണ്ടി ശത്രുക്കൾ എനിക്കിവിടെ ഇല്ല. അപ്പോൾ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി വർണ്ണയെ അപകടപ്പെടുത്തിയതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതാരായിരിക്കും? ഇനി സാന്ദ്രയായിരിക്കുമോ? അതെങ്ങനെ? അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ?
ശിവ ഫോണെടുത്ത് വർഗീസ് എന്ന നമ്പറിലേക്ക് വിളിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇവിടെ നിന്നും കിട്ടിയ നല്ല കുറച്ച് സൗഹൃദമായിരുന്നു. കാര്യങ്ങളെല്ലാം ശിവ വർഗീസിനെ അറിയിച്ചു. വർഗീസ് അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഫ്രണ്ടുമായി ഇടപെട്ട് ആക്സിഡൻറ്റ് നടന്ന സ്ഥലം പരിശോധിച്ച് CCTV വിഷ്വൽസ് പരിശോധിച്ചതിൽ നിന്നും ഡ്രൈവർ പറഞ്ഞതുപോലെ മനഃപൂർവ്വം കാറിൽ വന്ന് ഇടിച്ചതാണെന്ന് മനസ്സിലായി. കാറിൻ്റെ നമ്പരും ഓടിച്ചിരുന്ന ഡ്രൈവറും എല്ലാ വിവരവും ചേർത്ത് ശിവ വർഗീസിനെ അറിയിച്ചു. ശിവ, നീ സമാധാനത്തിൽ വന്നാൽ മതി. ഡ്രൈവർ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. നീ വരുമ്പോൾ നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മണി പോലെ ഉത്തരം പറയും. ഓക്കേടാ, ഞാൻ വരാം. ശിവ ഫോണ് കട്ട് ചെയ്തു നേരെ വർണ്ണയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ വർണ്ണ ഉറക്കമുണർന്നിരുന്നു. ശിവയെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവ അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ചങ്ക് പൊട്ടിപ്പോയടി, നിനക്ക് ആക്സിഡൻ്റ് എന്ന് കേട്ടപ്പോൾ പ്രാണം പറഞ്ഞു പോകുന്നത് പോലെ തോന്നി. ഇവിടെ എത്തി നിന്നെ കാണുന്നത് വരെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. ശിവയുടെ കണ്ണുനീർ അവളുടെ മുഖത്ത് ചിതറി വീണു. വർണ്ണ അവൻ്റെ കണ്ണുകൾ തുടച്ചു. എനിക്ക് എൻ്റെ ശിവേട്ടൻ്റെ ഒപ്പം ഒരുപാട് കാലം ജീവിക്കാൻ കൊതി തോന്നുന്നു. അവൾ ശിവയുടെ നെഞ്ചിൽ ചുണ്ടു ചേർത്തു. ഏകദേശം വൈകുന്നേരത്തോടെ വർണ്ണയെ ഡിസ്ചാർജ് ചെയ്തു. ഡ്രൈവറിന് പരിക്കുകൾ കൂടുതലായിരുന്നു. അത് കാരണം കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടി വരും. ശിവ തന്നെയാണ് അയാളുടെ വീട്ടിൽ നിന്നും ഭാര്യയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അത്യാവശ്യം ചിലവുകൾക്കായി പണവും ഏൽപ്പിച്ചു. നാളെ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. വർണ്ണയെ പതിയെ പിടിച്ച് റൂമിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും അവൾ ചുമരിൽ ചാരി നിന്നു. എന്താ വർണ്ണ, നടക്കാൻ പ്രയാസമുണ്ടോ? എന്തോ വല്ലാത്ത തളർച്ച തോന്നുന്നു. പറഞ്ഞു തീരും മുമ്പേ ശിവ അവളെ കൈകളിലെടുത്തു. ശിവേട്ടാ, എല്ലാവരും നോക്കുന്നു, എന്നെ താഴെ നിർത്ത്. ഞാൻ എൻ്റെ പെണ്ണിനെ എടുക്കുന്നതിൽ ആർക്കാ ഇത്രയും വിഷമം? പിന്നെ വർണ്ണ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. തുടരും.